ഇടുക്കി വെള്ളത്തൂവിലുണ്ടായ അപകടം വീടിന് തീപിടിച്ച ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത. വെള്ളത്തൂവിൽ സ്വദേശി വിക്രമന്റെ വീടിനാണ് ഇന്നലെ രാത്രി തീപിടിച്ചത്. മരിച്ചത് വിക്രമന്റെ സഹോദരൻ ശശിയാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം വന്നിരിക്കുന്നത്. രാഹുൽ വിജയൻ വെള്ളത്തൂവിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അയൽവാസികൾ പറയുന്നുണ്ടോ? ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്ത് എന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും വിക്രമനല്ല, ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് വിക്രമനായിരുന്നു. പക്ഷേ വിക്രമനല്ല മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം വിക്രമനെ സമീപ വീട്ടിൽ പോലീസ് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപത്തുള്ള വീട്ടിലുണ്ട്. ഇന്നലെ വൈകിട്ട് തന്നെ പോലീസ് വിക്രമനെ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് വിക്രമന്റെ സഹോദരൻ ശശീന്ദ്രൻ ഇന്നലെ ഈ വീട്ടിലേക്ക് വന്നിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്, പരിചയക്കാർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു നിഗമനത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫോറൻസിക് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരികയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എന്തായാലും അയൽവാസിയായിട്ടുള്ള ഈ ശശീന്ദ്രന്റെ അയൽവാസിയായിട്ടുള്ള ആള് ചേരുകയാണ്. ചേട്ടാ, എന്താണ് സംഭവിച്ചത് ഒന്ന് ചുരുക്കി പറയാം. സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നലെ ഏതായിരുന്നാലും ഒരു 11 മണിയായപ്പോൾ അദ്ദേഹം ഈ ശശീന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കാരണം വരുന്ന വഴിക്ക് വെച്ച് ഞാൻ നടുമുറ്റത്ത് വെച്ച് കണ്ടു ഇവരെ കടയിൽ വെച്ച്. ഞാൻ രാജകുമാരിക്ക് പോയിട്ട് തിരിച്ച് നടുമുറ്റത്ത് വരുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്താ അങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു. പറഞ്ഞു, ഞാൻ വെള്ളത്തൂൽ വരെ പോവുകയാണ്. അനുജൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത്. അവന് അല്പം വൈകല്യമുള്ള ആളാണല്ലോ. അപ്പോൾ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം, ക്രിസ്മസ് ഒക്കെ അല്ലേ, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് അവിടുന്ന് പോകുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മെസ്സേജ് വന്നു, വെള്ളത്തൂരിൽ ഇങ്ങനെ ഒരു വീടിന് തീ പിടിച്ചു. ശശീന്ദ്രനാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശശീന്ദ്രനാണെന്നുള്ളതാണ് ഏതാണ്ടൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ബോഡി കണ്ട വിക്രമൻ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. പുള്ളിക്കൊരു ബുദ്ധിയിൽ അല്പം കുറവുള്ള ആളാണ്. അങ്ങനെയാണ് ഈ വിക്രമൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വഴിയിലൊക്കെ പോകുന്ന സമയത്ത് കിട്ടുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ വീടിനകത്ത് കൊണ്ടുവെക്കുമായിരുന്നു. ആ സാധനങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും കത്തി നശിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതിന്റെ ഒരു സാധ്യതയൊന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീപിടുത്തത്തിന്റെ ആഘാതത്തിൽ ഒരുപക്ഷെ ഈ ജനൽ ചില്ലകൾ പൊട്ടിയിട്ടുണ്ടായിരിക്കാം. അതൊരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളൊരു സംശയമൊന്നും പോലീസിന് നിലവിലില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതെല്ലാം ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.